സദാ രാമ രാമേതി നാമാമൃതം തേ സദാ രാമമാനന്ദ നിഷ്യന്ത കന്ദം പിബന്ധം നമന്ദം സുദാന്തം ഹസന്തം ഹനുമന്തമന്തർഭജേതം നിതാന്തം ഹനുമന്തമന്തർഭജേതം നിതാന്തം. രാമ 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 രാമ. ഭാഗ്യം ചെയ്ത രാമായണപ്രിയരെ, അഹല്യാമോക്ഷം കഴിഞ്ഞ് മിഥിലയിലേക്ക് യാത്രയാകുന്ന വിശ്വാമിത്രൻ, രാമലക്ഷ്മണന്മാർ, ഇവരുടെ ചരിത്രമാണ് ബാലകാണ്ഡത്തിലെ അവസാന ഭാഗം. അഹല്യ എന്ന വാക്കിന് ഉഴുതുമറിക്കാത്ത ഭൂമി എന്നും ദാർശനികമായി അർത്ഥം കൽപ്പിക്കാം. അങ്ങനെയുള്ള ആ പ്രകൃതിസ്വരൂപിണിയായ അഹല്യയും, ഗൗതമൻ എന്ന വാക്കിൻ്റെ അർത്ഥം അറിവുകൊണ്ട് പൂർണ്ണത നേടിയവൻ എന്നാണ്. തപസ്സിൻ്റെ ചൈതന്യത്താൽ പരിപൂർണനായവൻ. അങ്ങനെ അഹല്യയും ഗൗതമനും ഏറെ കാലത്തെ വേർപിരിഞ്ഞുള്ള തപസ്സിന് ശേഷം ഒന്നായിത്തീർന്നു. ശ്രീരാമദേവനെ പൂജിച്ചു. രാമൻ ആ ഗൗതമ മഹർഷിയെയും അഹല്യയെയും വന്ദിച്ച് വിശ്വാമിത്രനോടൊപ്പം ലക്ഷ്മണനോടൊപ്പം യാത്ര തുടർന്നു. അഹല്യാസ്തുതി, പരമപുരുഷനായിരിക്കുന്ന ശ്രീരാമനെ വന്ദിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഭാവത്തിലാണ് എഴുത്തച്ഛനും അധ്യാത്മരാമായണകാരനും ഒക്കെ വർണ്ണിച്ചിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാരണതത്വമായ പരമാത്മാവായി ശ്രീരാമനെ കണ്ട് ഹൃദയത്തിൽ ചേർത്ത് വെച്ച് രാമായണ കഥയുടെ ഭക്തിരസത്തെ നമ്മിലേക്ക് വേണ്ടതുപോലെ തെളിഞ്ഞു വരുന്ന വിധം ആ കഥ, ഈ അഹല്യാമോക്ഷം കഥ നമുക്ക് പകർന്നു തരികയാണ് ചെയ്തത്. ഒപ്പം ഗൃഹസ്ഥധർമ്മമനുസരിച്ച് ജീവിക്കുന്നതായ തപസ്വികളായ ഗൗതമൻ്റെയും അഹല്യയുടെയും ചരിത്രം വർണ്ണിച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്നതായ ഒരു കഥ, രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ ഗൃഹസ്ഥ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതാണ്. സീതാ സ്വയംവരമാണ്, ധനുർഭംഗമാണ്. അപ്പോൾ ഈ കഥകൾ തമ്മിലുള്ളതായ ആന്തരികമായ ചില ബന്ധങ്ങൾ, ഗൃഹസ്ഥധർമ്മത്തിൻ്റെ മഹത്വത്തെ വേണ്ടതുപോലെ നിലനിർത്തുന്നത്, ആ ഗൃഹസ്ഥധർമ്മം ഇന്ദ്രിയങ്ങളെ വേണ്ടതുപോലെ വിഷയസുഖങ്ങളെ നിയന്ത്രിച്ച് അനുഭവിച്ച് പരസ്പര സ്നേഹഭാവത്തോടുകൂടി നയിക്കുമ്പോഴാണ് എന്നുള്ള തത്വം അഹല്യാമോക്ഷത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. സർവേശ്വരനായിരിക്കുന്ന രാമൻ്റെ ആഗമനത്തിലൂടെ വേർപിരിഞ്ഞ ആ മഹാതപസ്വികൾ ഒന്നു ചേർന്നു എന്നുള്ള സന്തോഷം, അത് ഏറ്റവും അധികം ആനന്ദിക്കുന്നത് ഇനി കാണാൻ പോകുന്ന രംഗത്തിൽ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേരുമ്പോൾ അവിടെ സാക്ഷാൽ ശതാനന്ദ മഹർഷിയുടെ വാക്കുകളിലൂടെ വ്യക്തമാക്കും വാത്മീകി. ഗൗതമ മഹർഷിയുടെയും അഹല്യയുടെയും മകനാണ് ശതാനന്ദൻ. അപ്പോൾ ശതാനന്ദൻ ആദ്യമേ തന്നെ രാമൻ എത്തി എന്നറിയുമ്പോൾ തന്നെ വിശ്വാമിത്ര മഹർഷിയോട് ചോദിക്കുന്നത്, എൻ്റെ അച്ഛനും അമ്മയും ഒന്നു ചേർന്നുവോ എന്നാണ്.
അപ്പോൾ ഏറെക്കാലം വേർപിരിഞ്ഞിരിക്കുന്ന സ്വന്തം അച്ഛനമ്മമാർ ഒന്നു ചേർന്നു എന്ന സന്തോഷ വാർത്ത ശതാനന്ദൻ അറിയുന്നതും ആ ആഹ്ലാദത്തിൽ വിശ്വാമിത്രൻ്റെ മഹത്വത്തെ പുരാവൃത്തമായി അവിടെ അവതരിപ്പിക്കുന്നതും ഒക്കെ വാൽമീകി രാമായണത്തിൻ്റെ പ്രത്യേകതയാണ്. അധ്യാത്മരാമായണം വ്യാസ വചസ്സുകളിലൂടെ ഈ യാത്രയുടെ ആരംഭം വർണ്ണിക്കുന്നത് ദൃഷ്ട്വാ ക്രതുവരം പശ്ചാദയോധ്യാം ഗന്തുമർഹസി ഇത്യുക്ത്വാ പ്രയയൗ ഗംഗാമുത്തർത്തും സഖരാഘവഃ. വിശ്വാമിത്രൻ പറയുകയാണ്, അല്ലയോ രാമലക്ഷ്മണന്മാരെ, നമുക്ക് എത്രയും വേഗം മിഥിലാപുരിയിലേക്ക് പോകണം, ധനുസ് കാണാം, അതിനുശേഷം അയോധ്യയിലേക്ക് മടങ്ങണം. ദശരഥ മഹാരാജാവിനെ കണ്ട് നിങ്ങളെ തിരിച്ചേൽപ്പിക്കുന്നതാണ് എൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ പരിപൂർണത. ഇങ്ങനെ പറഞ്ഞ് ഗംഗാനദി കുറുകെ കടക്കാൻ വേണ്ടി വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും തീരത്തെത്തുന്ന സമയത്ത് തോണിക്കാരൻ, നാവികൻ, വിശ്വാമിത്രൻ ആ കുമാരന്മാരോടൊപ്പം തോണിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ നാവികൻ ഒരു നിമിഷം രാമനെ തടുത്തുകൊണ്ട് പറയുകയാണ്, ക്ഷാളയാമി തവ പാദപങ്കജം നാഥദാരുദൃഷദോക്കിമന്ദരം മാനുഷീകരണ ചൂർണമസ്തു തേ പാദയോരിതി കഥ പ്രധീയസി. അല്ലയോ രാമദേവ, അങ്ങനെ അങ്ങോട്ട് കയറാൻ വരട്ടെ എന്നാണ് തോണിക്കാരൻ രാമനോട് അഭ്യർത്ഥിക്കുന്നത്. ഞാൻ ആദ്യം അങ്ങയുടെ ഈ 2 കാലുകളും ഒന്ന് കഴുകിക്കോട്ടെ. ഇവിടങ്ങളിലൊക്കെ രാമനെപ്പറ്റി ഒരു കഥ പ്രചരിക്കുന്നുണ്ട്. രാമൻ്റെ കാലടികളിൽ മാനുഷീകരണ ചൂർണം ഉണ്ട് എന്നാണ് ആ കഥ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കല്ലും മരവും തമ്മിൽ വലിയ വ്യത്യാസമില്ലല്ലോ. അത്തരത്തിൽ രാമൻ്റെ കാലടികളിലുള്ളതായ ആ അത്ഭുത ശക്തിയുള്ള മൺധൂളികളെ കൊണ്ട് ഈ മരമായിരിക്കുന്ന എൻ്റെ തോണി ഒരു സ്ത്രീയായി മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ എനിക്ക് കുടുംബകലഹം ഉണ്ടാകാൻ പോകുന്നതായ പൊല്ലാപ്പ് അത് പറഞ്ഞ് അറിയിക്കാൻ കഴിയുന്നതല്ല. ഇതാണ് തോണിക്കാരൻ പറയുന്ന ആ വാചകം. അല്പം ഹാസ്യാത്മകമായും എന്നാൽ നമ്മുടെയൊക്കെ ഉള്ളിൽ രാമപാദത്തിൻ്റെ മഹത്വം, ഈശ്വര ഭജനത്തിൻ്റെ മഹത്വം, ആ പാദസ്പർശത്താൽ ജഡവസ്തു പോലും ചേതനാരൂപമായി തീരുന്നു എന്നുള്ളതായ ആ അത്ഭുതം നമ്മിൽ നിറച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ആ ഭക്തിയുടെ രസാനുഭൂതിയെ പകർന്നു തരുന്ന വിധമാണ് അധ്യാത്മരാമായണകാരൻ ഈ രംഗത്തെ വർണ്ണിച്ചിരിക്കുന്നത്. പാദാംബുജം തേ വിമലം ഹി കൃത്വാ പശ്ചാത്പരം തീരമഹം നയാമി നോചേത്തരീ സദ്യുവതീ മലേന സ്യാച്ചേത് വിഭോ വിദ്ധി കുടുംബഹാനി. അങ്ങയുടെ കാലൊക്കെ വേണ്ടതുപോലെ വൃത്തിയാക്കിയിട്ട് ഞാൻ ഈ തോണിയിൽ കയറ്റി അക്കരെ ആക്കാം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? രാമനെക്കുറിച്ച് പ്രചരിക്കുന്ന കഥ എന്താണ്? നമ്മൾ നേരത്തെ കേട്ട കഥയാണ്. കാട്ടിലൂടെ പോരുന്ന സമയത്ത് അഹല്യാശ്രമത്തിലെത്തി ഒരു ശിലാപാളിയിൽ രാമൻ്റെ പാദം സ്പർശിച്ചപ്പോഴേക്കും അതിനുള്ളിൽ നിന്ന് ഒരു സ്ത്രീ രൂപം ആവിർഭവിച്ചു എന്നുള്ള കഥ, അഹല്യയ്ക്ക് പൂർവ്വരൂപം തിരിച്ചു കിട്ടി എന്ന കഥ തൊട്ടു മുമ്പ് നടന്ന കഥയാണ്. ഒരു യാത്ര, ആ യാത്രക്കിടയിൽ സംഭവിച്ച കഥ ആ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും നാട് മുഴുവൻ പരന്നു എന്ന രീതിയിൽ വർണ്ണിച്ചിരിക്കുകയാണ് അധ്യാത്മരാമായണകാരൻ. അപ്പോൾ ഇവിടെ ഈ കഥയുടെ സാങ്കത്യത്തെക്കാൾ നാവികൻ ഇങ്ങനെ പറയുന്നതായ ആ വാക്കുകളിലെ യുക്തിഭദ്രതയേക്കാൾ ആ വർണ്ണന നമ്മുടെ ഉള്ളിൽ ശ്രീരാമനോടുള്ളതായ ഭക്തിയെ ഉണർത്തുന്നതാണ്.
ആ ഭക്തിരസത്തെ വേണ്ടതുപോലെ പകർന്നു തരുന്നതാണ്. ഇതാണ് അതിൻ്റെ ശരിയായിരിക്കുന്നതായ അനുഭൂതി. അങ്ങനെ നാവികൻ രാമപാദത്തെ കഴുകി വേണ്ടതുപോലെ പൂജിച്ച് ആ തോണിയിലേക്ക് കയറി എന്നാണ്. അപ്പം ശിലാപാളിയിൽ രാമപാദം സ്പർശിച്ചപ്പോഴേക്കും അതൊരു സ്ത്രീരൂപമായിട്ടുണ്ടെങ്കിൽ ഈ തോണിയും കല്ലും തമ്മിൽ വലിയ ഭേദമില്ലല്ലോ എന്ന് നാവികൻ ചോദിക്കാനുള്ള കാരണം തോണി മരമാണ്. ആ മരത്തിൽ രാമൻ്റെ കാലിലെ ഈ മാനുഷീകരണ ചൂർണം പറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ താൻ ഇത്രയും കാലം തുഴഞ്ഞ് ജീവനോപാധിക്കായി ഉപയോഗിക്കുന്ന ഈ തോണി ഒരു സ്ത്രീയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ തൻ്റെ ജീവനോപാധി ഇല്ലാതാവും എന്ന് മാത്രമല്ല കുടുംബകലഹമുണ്ടാകും എന്ന് പറയുമ്പോൾ അത് ഒരു ഹാസ്യാത്മകമായി ആ സ്ത്രീ ആരാണ് എന്ന് ചോദിച്ച് കുടുംബത്തിൽ കലഹമുണ്ടാകും എന്നൊക്കെയുള്ള ഒരു ഭാവനയിലൂടെ മനോഹരമായി അത് അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രം. ഇത്യുക്വാക്ഷാളിതൗ പാദൗ പരം തീരം തതോ ഗതഃ കൗശികോ രഘുനാഥേന സഹിതോ മിഥിലാം യയൗ. അങ്ങനെ ആ തോണിയിൽ കയറി ഗംഗാനദി കുറുകെ കടന്നു. മിഥിലാപുരിയിലേക്ക് രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രനോടൊപ്പം എത്തി. ആ വിവരം രാജകൊട്ടാരത്തിൽ അറിഞ്ഞതും വളരെ സന്തോഷത്തോടുകൂടി ജനക മഹാരാജാവ് അവരെ സ്വീകരിക്കാനായി എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നു. പിന്നീട് ഉപചാരങ്ങളോടുകൂടി ജനക മഹാരാജാവ് അവരെ കൂട്ടിക്കൊണ്ടുവരുന്നു കൊട്ടാരത്തിലേക്ക്. ഈ സമയത്ത് ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലുള്ളതായ അതിമഹത്തരമായ പ്രാചീനമായ ശൈവചാപം കാണാനുള്ള കൊതിയോടുകൂടിയാണ് ഇവിടെ വന്നത് എന്ന് വിശ്വാമിത്രൻ സൂചിപ്പിക്കുന്നുണ്ട്. രാമനെയും ലക്ഷ്മണനെയും പരിചയപ്പെടുത്തുന്നു. ഈ പരിചയപ്പെടുത്തലിൽ സൂര്യവംശത്തിൻ്റെ ചരിത്രം മുഴുവൻ വിശദീകരിക്കുന്നുണ്ട്. യാഗരക്ഷയ്ക്ക് വേണ്ടിയാണ് രാമലക്ഷ്മണന്മാരെ ദശരഥപുത്രന്മാരെ അയോധ്യയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് എന്നും അങ്ങനെ കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഘോരയായ നിശാചരിയായ താടകയെ രാമൻ ഒറ്റ ബാണം കൊണ്ട് തന്നെ വധിച്ചു. യാഗത്തിന് ഭംഗം വരുത്താൻ എത്തിച്ചേർന്നതായ സുബാഹു, മാരീചൻ എന്നീ താടകാപുത്രന്മാരായിരിക്കുന്ന രാക്ഷസന്മാരെയും കൂടെ വന്നവരെയും രാമബാണം സംഹരിച്ചു. അതിൽ സുബാഹുവിനെ ആഗ്നേയാസ്ത്രത്താൽ രാമൻ വധിച്ചു. മാനവാസ്ത്രത്താൽ മാരീചനെ യോജനകളോളം ദൂരെയുള്ള ഒരു ദ്വീപിലേക്ക് പലായനം ചെയ്യിപ്പിച്ചു. അങ്ങനെ രാമൻ വരുന്ന വഴിയിൽ ഗൗതമാശ്രമത്തിലെത്തി. അവിടെ ശിലാപാളികൾക്കുള്ളിൽ തപം ചെയ്തുകൊണ്ടിരിക്കുന്നതായ അഹല്യയ്ക്ക് പൂർവരൂപം തിരിച്ചു കിട്ടി. ഇത് ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ പുരോഹിതനായ ശതാനന്ദൻ സന്തോഷത്തോടുകൂടി കേൾക്കുകയും വിശ്വാമിത്രന് ആ രാമനെ അയോധ്യയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് വിശ്വാമിത്രൻ്റെ യാഗരക്ഷ മാത്രമല്ല പരമമായ ലക്ഷ്യമെന്നും ഈ യാത്രക്കിടയിൽ സംഭവിച്ച ഓരോന്നും ഈ യാത്രയുടെ ലക്ഷ്യങ്ങൾ തന്നെയാണ് എന്നും സൂചിപ്പിക്കുന്ന വിധത്തിൽ ശതാനന്ദൻ തൻ്റെ അച്ഛനമ്മമാർ ഒന്നിച്ചതിൽ നന്ദിയോടെ രാമനെ നമസ്കരിക്കുന്നതുമൊക്കെയായ രംഗങ്ങൾ വാത്മീകി രാമായണത്തിൽ വളരെ വിസ്തരിക്കുന്നു. ഇങ്ങനെ രാമൻ്റെ മഹത്വത്തെക്കുറിച്ച് വിശ്വാമിത്രൻ പറഞ്ഞു. വിശ്വാമിത്രൻ്റെ മഹത്വത്തെക്കുറിച്ച് ശതാനന്ദൻ വിശദീകരിക്കുന്നു. ജനക മഹാരാജാവിൻ്റെ വംശപാരമ്പര്യത്തെക്കുറിച്ചും അവിടെ വിശദമായി പ്രതിപാദിക്കുന്നു. ഒപ്പം ജനകൻ പറയുന്നു, തനിക്ക് പൂർവികരായി പകർന്നു കിട്ടിയതായ ആ ഉപാസനാസ്വരൂപമായിരിക്കുന്ന വില്ലിൻ്റെ കഥ. ഒരിക്കൽ യജ്ഞത്തിനായി നിലമുഴുത സമയത്ത് ആ ഭൂമിയിൽ നിന്നും ഉയർന്നു വന്നു ഒരു പെൺകൊടി. ആ പെൺകൊടി എൻ്റെ മകളായി മാറി. അവളാണ് സീത. അധമേ കൃഷതക്ഷേത്രം ലങ്കലാദുദ്ഭിദാ തതഃ
ക്ഷേത്രം ശോധയതാ ലബ്ധ നാംനാ സീതേതി വിശ്രുത ഭൂതലാദുദ്ധിതാ സാതു വ്യവർദ്ധത മമാത്മജ. സീത തൻ്റെ മകളായി തീർന്നു. രാജകൊട്ടാരത്തിൽ സർവഗുണ സൗന്ദര്യങ്ങളോടുകൂടി സീത വളർന്നു വന്നു. അനവധി രാജാക്കന്മാർ ആ സീതയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. ജനക മഹാരാജാവിൻ്റെ അരികത്ത് വന്നപ്പോഴൊക്കെ ആ രാജാക്കന്മാരെ, രാജകുമാരന്മാരെ ബോധിപ്പിച്ചത് വീര്യശുൽക്കയായിട്ടാണ് സീതയെ വിവാഹം കഴിപ്പിക്കുക എന്നാണ്. എന്ന് വെച്ചാൽ സീതയെ വിവാഹം കഴിക്കുന്ന പുരുഷൻ തൻ്റെ വീര്യ ഓജോബലത്താൽ ഇത്രയും പുരാതനമായി ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതായ ധനുസ്സെടുത്ത് ഞാൻ കെട്ടി തൻ്റെ വീര്യത്തെ പ്രകടിപ്പിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സീതയെ വിവാഹം ചെയ്തു കൊടുക്കൂ എന്ന് ജനക മഹാരാജാവ് പ്രഖ്യാപിച്ച കഥയും എല്ലാം വിസ്തരിക്കുകയാണ്. വീര്യശുൽക്കേതിമേ കന്യാ സ്ഥാപിതേയമയോ നിജ ഭൂതലാദുദ്ധിതാം താം തു വർദ്ധമാനാം മമാത്മജാം. എന്നിട്ട് ജനക മഹാരാജാവ് വിശ്വാമിത്രനോട് പറയുകയാണ്, യദ്യസ്യ ധനുഷോ രാമ കുര്യാദാരോപണം മുനേ സുതാമയോ നിജാം സീതാം ദദ്യാം ദാശരഥേരഹം. അപ്പൊ അനവധി രാജാക്കന്മാര് ഈ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ സൗന്ദര്യരത്നമായിരിക്കുന്ന സീതയെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച് വന്ന് വില്ലെടുക്കാനൊക്കെ പരിശ്രമിക്കുകയും അവരൊക്കെ പരാജയപ്പെടുകയും ചെയ്തു. അല്ലയോ വിശ്വാമിത്ര മഹർഷേ, ഇനിയിപ്പോൾ ഈ രാമൻ ഈ വില്ലെടുത്ത് കുലയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ മകളായ സീതാദേവിയെ ഞാൻ രാമന് വിവാഹം ചെയ്തു കൊടുക്കാം എന്ന് വിശ്വാമിത്രനോട് ജനക മഹാരാജാവ് വാഗ്ദത്തം ചെയ്യുന്നു. ഈ സമയത്ത് അധ്യാത്മരാമായണത്തിൽ തതോ ഗതേ മന്ത്രിവരേ രാജാ കൗശികമബ്രവീത് യദി രാമോ ധനുർധൃത്വാ കോട്യാമാരോപയേത് ഗുണം തദാ മമാത്മജാ സീതാ ദീയതേ രാഘവായ ഹി. ഈ വിശ്വാമിത്രനെയും രാമലക്ഷ്മണന്മാരെയും കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിലെത്തി അവിടെ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മന്ത്രിപ്രവരന്മാരെ ധനുസ് കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. ആ മന്ത്രിപ്രവരന്മാർ അതിനുവേണ്ട ഒരുക്കങ്ങൾക്കായി പോയ സമയത്ത് ജനക മഹാരാജാവ് വിശ്വാമിത്രനോട് പറയുന്നു, രാമൻ ഈ വില്ല് കുലയ്ക്കുകയാണെങ്കിൽ എൻ്റെ മകളായ സീതാദേവിയെ ദശരഥപുത്രനായ രാമന് വിവാഹം ചെയ്തു കൊടുക്കാം എന്ന്. അത് കേൾക്കുന്ന സമയത്ത് വിശ്വാമിത്രൻ പറയുന്നത്, തഥേതി കൗശികോപ്യാഹ രാമം സംവീക്ഷ്യ സസ്മിതം. ശ്രീരാമനെ നോക്കി ഒന്ന് പുഞ്ചിരി തൂകുന്നു വിശ്വാമിത്രൻ. എന്നിട്ട് അങ്ങനെ ആവട്ടെ, അപ്രകാരം തന്നെ ചെയ്യാം, ഇതിലെന്താ ഒരു സംശയം എന്നൊക്കെയുള്ളതായ ഭാവമാണ്. ശ്രീരാമനിൽ യാതൊരു തരത്തിലുള്ളതായ സംശയവും ഇക്കാര്യത്തിൽ വിശ്വാമിത്രനില്ല. അത് പ്രകടമാക്കുന്ന രീതിയിലാണ് അധ്യാത്മരാമായണത്തിൽ ഈ രംഗം വർണ്ണിച്ചിരിക്കുന്നത്. എഴുത്തച്ഛൻ അതിമനോഹരമായി ആ രംഗത്തെ ഇങ്ങനെ നമുക്ക് പകർന്നു തന്നു. രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമ നന്ദനക്കെന്നു നൂനം. രാമ 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 രാമ.